കണ്ടത് ഇലക്ട്രിക് ഫാനാണ്. ഇതിൽ ആദ്യമായി ഉപയോഗിക്കാൻ പോകുന്നത് DC മോട്ടർ. ഇതിനെ ഹൈ വോൾട്ട് ബാറ്ററി എന്നും പറയാറുണ്ട്. ഇതിനുമായി കണക്ഷൻ കൊടുക്കുന്നത് ഇതാണ്. ഇത് കണ്ടില്ലേ, രണ്ടും കൂടി മാച്ച് ആയിരിക്കണം. പക്ഷെ ഇത് രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് ഒട്ടിക്കാൻ പറ്റില്ലല്ലോ. അതിന് തിരിച്ചുപയോഗിക്കാം. നമ്മൾ കാന്തത്തിനെ പഠിച്ചിട്ടില്ലേ, അതുമാതിരി തന്നെയാണ്. ഇപ്പം അതുമാതിരി ഇതും കൂടി കണക്ഷൻ ചെയ്യാം. കണക്ഷൻ ചെയ്തോ, ഇതുമാതിരി കണക്ഷൻ ചെയ്യാം. കണക്ഷൻ ചെയ്തതിനു ശേഷം ഇതിൻ്റെ പേരാണ് ഇലക്ട്രിക് മോട്ടർ. ഇത് നമ്മൾ കാറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇതിനെ റെസിസ്റ്റൻസ് എന്നും പറയാറുണ്ട്, വയറും എന്ന് പറയാറുണ്ട്. ഇത് പ്ലാസ്റ്റിക് ഫാൻ. ഇതും കൂടി കണക്ഷൻ ചെയ്യാം. കണക്ഷൻ ചെയ്തതിന് ശേഷം ഇത് രണ്ടും കൂടി ഒരുമിച്ച് വയ്ക്കുക. ഒരുമിച്ച് വെച്ചതിന് ശേഷം ഇത് കറങ്ങാൻ തുടങ്ങും. ഇതാണ് നിങ്ങൾ കുറച്ചു മുമ്പ് കണ്ടത്. ഈ ചുവപ്പ് വയറും കറുപ്പ് വയറും കണ്ടില്ലേ? ഈ ചുവപ്പ് വയറും കറുപ്പ് വയറും ഇതുമാതിരി ഈ വയറൊക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കറുപ്പ് വയറും ചുവപ്പ് വയറും കൂടി നമ്മൾ മാറ്റി ഉപയോഗിക്കുക. കറുപ്പ് വയറിൽ ചുവപ്പ് വയർ കണക്ട് ചെയ്യുക, ചുവപ്പ് വയറിൽ കറുപ്പ് വയർ കണക്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ അതുകൂടി കണക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫാൻ ഓടും. ഇതിന് നമ്മൾ സ്വിച്ചുമായി ഉപയോഗിക്കാം. സ്വിച്ചുമായി ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ ഇതേമാതിരി തന്നെ ഞാൻ കറുപ്പും ചുവപ്പും അങ്ങനെ മാറി മാറി ഉപയോഗിച്ച് സ്വിച്ചുമായി കണക്ഷൻ ചെയ്ത് സ്വിച്ചിൻ്റെ വയറും കൂടി കണക്ഷൻ ചെയ്ത് ഇതിലൂടെ കണക്ഷൻ ചെയ്താൽ ഇത് ഓടുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഫാൻ ഉപയോഗിക്കുന്നത് കപ്പാസിറ്ററാണ്. കപ്പാസിറ്ററിൽ ഇതേമാതിരി ചെറിയൊരു ബാറ്ററി ആയിരിക്കും. അതാണ് നമ്മൾ ഈ ഫാനൊക്കെ ഓടുന്നത്. ഇത് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്.